+2 തുല്യത ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിൽ ലാസ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്നത് ദി അവലാഞ്ച് എന്ന യാത്രാ വിവരണക്കുറിപ്പാണ്. ഫ്രഞ്ച് പർവ്വതാരോഹകനായിട്ടുള്ള മോറിസ് ഹെർസോഗാണ് ഹിമപാതം അല്ലെങ്കിൽ ദി അവലാഞ്ച് എന്ന പാഠം എഴുതിയിട്ടുള്ളത്. നമുക്ക് മോറിസ് ഹെർസോഗിനെ കുറിച്ച് പരിശോധിക്കാം. മോറിസ് ഹെർസോഗ് വാസ് എ ഫ്രഞ്ച് മൗണ്ടനിയർ, ട്രാവൽ റൈറ്റർ and a great administrator who was born in Lyon, France. മോറിസ് ഹെർസോഗ് ഫ്രഞ്ച് പർവ്വതാരോഹകനും സഞ്ചാര സാഹിത്യകാരനും ഫ്രാൻസിലെ ലിയോണിൽ ജനിച്ച ഒരു മികച്ച ഭരണാധികാരിയുമായിരുന്നു. He led the expedition that first climbed the peak Annapurna in 1950. Upon his return, he wrote a best-selling book about the expedition. അദ്ദേഹം അന്നപൂർണ കൊടുമുടി ആദ്യമായി കയറിയ പര്യവേഷണത്തിന് നേതൃത്വം നൽകി. മടങ്ങിയെത്തിയപ്പോൾ 1950-ൽ പര്യവേഷണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം അദ്ദേഹം എഴുതി. ഹിസ് അക്കൗണ്ട് ഓഫ് ദി എക്സ്പെഡീഷൻ വാസ് പബ്ലിഷ്ഡ് ഫസ്റ്റ് ഇൻ 1951 ഇൻ ഫ്രഞ്ച്, then in English in 1952 under the title അന്നപൂർണ. പര്യവേഷണത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആഖ്യാനം 1951-ൽ ആദ്യം ഫ്രഞ്ചിലും പിന്നീട് 1952-ൽ അന്നപൂർണ എന്ന പേരിൽ ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചു. എൻഡിങ് വിത്ത് ദി സ്റ്റെയറിംഗ് ലൈൻ, there are other Annapurnas in the lives of men. The book gave an account of the expedition that established Herzog's reputation as a climber and inspired further generations of the mountaineers. There are other Annapurnas in the lives of man എന്ന ആവേശകരമായ വരിയോടെ അവസാനിക്കുന്ന ഈ പുസ്തകം ഹെർസോഗിൻ്റെ പ്രശസ്തി സ്ഥാപിച്ചതും പർവ്വതാരോഹകരുടെ കൂടുതൽ തലമുറകൾക്ക് പ്രചോദനം നൽകിയതുമായ പര്യവേഷണത്തെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകി. ഹെർസോഗ് വാസ് ഓൾസോ എ റെപ്യൂട്ടഡ് പൊളിറ്റിക്കൽ ഫിഗർ ആൻഡ് ബിക്കം ദ ഫ്രഞ്ച് മിനിസ്റ്റർ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫ്രം 1958 to 1963 ആൻഡ് ദി മേയർ ഓഫ് ദി അൽപൈൻ ടൗൺ ഓഫ് ചാമോണിക്സ് മോണ്ട് ബ്ലെയിൻ. പ്രശസ്തനായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയായിരുന്നു ഹെർസോഗ്. 1958 മുതൽ 1963 വരെ ഫ്രഞ്ച് കായിക മന്ത്രിയും ആൽപൈൻ പട്ടണമായ ഷാമോണിക്സ് മോണ്ട് ബ്ലാങ്കിൻ്റെ മേയറുമായി. ഹി വാസ് എ മെമ്പർ ഓഫ് ദി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോർ 25 years ഫ്രം 1970 ആൻഡ് വാസ് ആൻ ഹോണററി മെമ്പർ ആഫ്റ്റർ 1995. He served the French military as Grand Officer during 1939 to 45. 1970 മുതൽ 25 വർഷം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമായിരുന്നു മോറിസ് ഹെർസോഗ്. 1995 ശേഷം അദ്ദേഹം ഹോണററി മെമ്പറായും നിലകൊണ്ടു. 1939-45 കാലഘട്ടത്തിൽ, രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിൽ ഗ്രാൻഡ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവലാഞ്ച് എന്ന പാഠത്തിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നമുക്ക് പരിശോധിക്കാം. എ ജേണി, ബി ഇറ്റ് ആൻ എക്സ്പെഡീഷൻ ഓർ ആൻ എക്സ്പ്ലോറേഷൻ, മസ്റ്റ് ബി ടേക്കൺ ആസ് എ ചലഞ്ച്. ഒരു യാത്ര അത് പര്യവേഷണമായാലും കണ്ടുപിടുത്തത്തിനുള്ള യാത്രയായാലും ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കണം. A life without challenges is worthless, and hence do take life itself as a challenge. വെല്ലുവിളി ഇല്ലാത്ത ഒരു ജീവിതം വിലയില്ലാത്തതാണ്. അതിനാൽ ജീവിതം തന്നെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. ഇതാണ് മോറിസ് ഹെർസോഗിൻ്റെ തീം. ദി അവലാഞ്ച്, ഹിമപാതം എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. ദി അവലാഞ്ച് വാസ് റിട്ടൺ ബൈ മോറിസ് ഹെർസോഗ്. ദി അവലാഞ്ച് എന്ന കൃതി മോറിസ് ഹെർസോഗ് എഴുതിയതാണ്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഹിസ് ബുക്ക് ടൈറ്റിൽഡ് അന്നപൂർണ. അദ്ദേഹത്തിൻ്റെ അന്നപൂർണ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തത്. ദി ബുക്ക് ഈസ് ആൻ അക്കൗണ്ട് ഓഫ്
the expedition to the peak Annapurna. അന്നപൂർണ കൊടുമുടിയിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് ഈ പുസ്തകം. ഹെർസോഗ് ഹിംസെൽഫ് ലെഡ് ദ എക്സ്പെഡീഷൻ ദാറ്റ് ഫസ്റ്റ് ക്ലൈംബ്ഡ് ദ പീക്ക്. ആദ്യം കൊടുമുടി കയറിയ പര്യവേഷണത്തിന് ഹെർസോഗ് തന്നെയാണ് നേതൃത്വം നൽകിയത്. ഇൻ ദി അവലാഞ്ച്, ഹെർസോഗ് സ്പീക്സ് അബൌട്ട് ദെയർ എക്സ്പീരിയൻസ് വൈൽ കമ്മിങ് ഡൗൺ ദി പീക്ക്. ദി അവലാഞ്ച് എന്ന കൃതിയിൽ ഹെർസോഗ് കൊടുമുടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഷെഡ്സ് വാസ് വെരി ഹെൽപ്ഫുൾ വൈൽ ദേ വെയർ മൂവിങ് ഡൗൺ. ഈ വിവരണത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഷെഡ്സ്. താഴേക്ക് നീങ്ങുമ്പോൾ ഷെഡ്സ് വളരെ സഹായകരമായിരുന്നു. ദി ഡിസെൻറ്റ് വാസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. കൊടുമുടിയിൽ നിന്നുള്ള ഇറക്കം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദേ ഹാഡ് ടു റീച്ച് ദ ലോവർ ക്യാമ്പ് 4 അറ്റ് ഫസ്റ്റ്. ആദ്യം അവർക്ക് ലോവർ ക്യാമ്പ് 4 എത്തേണ്ടി വന്നു. ദി ഷെർപ്പാസ് ഹെൽപ്പ് ഗേവ് ദം ഗ്രേറ്റ് റിലീഫ്. ഷെർപ്പകളുടെ സഹായം അവർക്ക് വലിയ ആശ്വാസം നൽകി. ഹെർസോഗ് വാസ് എ ബിറ്റ് വറീഡ് അബൌട്ട് ദി വെദർ. ദെയർ കുഡ് ബി ആൻ അവലാഞ്ച് ബിക്കോസ് ഓഫ് ദി ഹീറ്റ് ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. കാലാവസ്ഥയെക്കുറിച്ച് ഹെർസോഗ് അല്പം ആശങ്കാകുലനായിരുന്നു. ചൂട് കാരണം ഹിമപാതമുണ്ടാകും. അങ്ങനെ അത് സംഭവിച്ചു. ഹെർസോഗ് ആൻഡ് സം അതേഴ്സ് വെയർ ഇൻജുവേർഡ്. സ്റ്റിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഷെർപ്പാസ് ഹിസ് ടീം മാനേജ്ഡ് ടു റീച്ച് ക്യാമ്പ് 2. ഹെർസോഗിനും മറ്റു ചിലർക്കും പരിക്കേറ്റു. എന്നിട്ടും ഷെർപ്പകളുടെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ സംഘം ക്യാമ്പ് 2 എത്തി. ഹെർസോഗ് വാസ് ഹാപ്പി ദാറ്റ് ഓൾ ഹിസ് ടീം മെമ്പേഴ്സ് വെയർ സേഫ്. തൻ്റെ ടീമിലെ എല്ലാ അംഗങ്ങളും സുരക്ഷിതരാണെന്ന് അറിഞ്ഞതിൽ ഹെർസോഗ് വളരെയധികം സന്തോഷിച്ചു. ഡിയർ സ്റ്റുഡൻസ്, ഫ്രഞ്ച് പർവ്വതാരോഹകനായ മോറിസ് ഹെർസോഗിൻ്റെ ദി അവലാഞ്ച് ഹിമപാതം എന്ന പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ സമ്മറി കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇത് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, അടുത്ത പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്